തേന്മാവിൻ കൊമ്പത്ത് എല്ലാ ദിവസവും രാത്രി 9 മണിക്ക് നമ്മുടെ സ്വന്തം സൺ സൂര്യയിൽ. രാജു, ഫ്രൂട്ട്സ് എടുത്ത് കട്ട് ചെയ്തുണ്ടോ? ഫ്രൂട്ട്സ് ഇട്ടോ? രാജുവേട്ടാ, പെട്ടെന്നായിക്കോട്ടെ. ഫുഡ് റെഡിയാക്കാൻ എനിക്ക് എന്തായാലും കുറച്ചുകൂടി സമയം വേണം. മോള് സമാധാനമായിട്ട് ചെയ്യും. ഈ തീയും പോയും കൊണ്ട് കിടക്കുന്ന പ്രശ്നം അവർക്കൊന്നും പറഞ്ഞാൽ മനസ്സിലാവൂല. നമ്മൾ അതൊന്നും കാര്യാക്കണ്ട. അവര് പറയുന്നത് പറഞ്ഞോട്ടെ. രാജേട്ടൻ പെട്ടെന്ന് ഫ്രൂട്ട്സ് എടുത്ത് കട്ടി. ശരി മോളെ. എല്ലാരും പോയല്ലോ. മോളെ, വേറെ ഫ്രൂട്ട്സ് ഒന്നുമില്ല, ആപ്പിളേ ഉള്ളൂ. ആ, അതെങ്കിൽ അത് രാജേട്ടാ കട്ട് ചെയ്ത് പെട്ടെന്ന് കൊണ്ടേ കൊടുക്ക്. ഓ ശരി. ആപ്പിള് ഏട്ടാ, ഇത് നമ്മൾ കൊടുത്ത ആപ്പിള് തന്നെയാ. എന്ന് പറഞ്ഞാൽ ഭൂമിയിൽ വേറെ ആപ്പിൾ ഇല്ലാത്തതുപോലെ. ഇത് ഞാൻ കൊടുത്ത തന്നെയാ, എനിക്ക് സംശയമൊന്നുമില്ല. ഇതത് തന്നെയാണോ? ആപ്പിള് നമ്മൾ കൊടുത്ത തന്നെയാ. പക്ഷേ നമ്മൾ ഇഞ്ചെക്ട് ചെയ്ത ആപ്പിള് തന്നെയാണെന്ന് കൃത്യമാവുന്നില്ല. ചെറിയ സ്റ്റിക്കർ വലിയ സ്റ്റിക്കർ ഒടിച്ചാൽ മതിയായിരുന്നു. അവര് സംശയിക്കുന്ന അളവിൽ പറ്റില്ലല്ലോ ഏട്ടാ. ഓ തെറ്റിപ്പോ. ഇപ്പൊ കൊള്ളാം. ഇത് കൊണ്ടുപോയി കൊടുക്കാം. മോളെ, ഞാൻ കൊണ്ടുപോയി കൊടുത്തിട്ട് വരാം. ഇവന് എങ്ങോട്ടാ പോകുന്നേ? ഇവൻ ഇവിടെ നിന്നാലേ നമുക്ക് കാണാൻ പറ്റൂ. ഏട്ടാ, ഇത്രയും ദൂരെ നമുക്ക് കാണാൻ പറ്റൂ. ബാക്കിയുള്ളത് കേൾവിയാണ്. വിഷം നിറഞ്ഞ ആപ്പിള് കഴിച്ച് ഒരു കുടുംബത്തിലെ പലരും മരിച്ചു എന്ന് കേൾവി ഭാഗ്യം ഉണ്ടെങ്കിൽ ആ വാർത്ത നമുക്കിന്ന് കേൾക്കാം. കാത്തിരിക്കാം നമുക്ക്. ഇപ്പൊ ഏട്ടന് മനസ്സിലായില്ലേ ഞാൻ ഇങ്ങനെ മുഴുവൻ സമയം ഇതിന്റെ മുമ്പിൽ ഇരിക്കുന്നതിന്റെ കാര്യം? ഇങ്ങനെ ഒരു കാര്യം ഉള്ളതുകൊണ്ടാണെന്ന്. ഉള്ളത് പറയണമല്ലോ. ഇപ്പൊ ശരിക്കും മനസ്സിലായി. നീ മനസ്സിൽ വിചാരിക്കുന്നത് മാത്രമേ നടക്കൂ. വൗ, ബ്രില്യന്റ്. ഹരിതമോളെ കുറിച്ച് ഇങ്ങനെ ഒരു കാര്യം എനിക്കറിയില്ലായിരുന്നു. ആന്റി, പഠിപ്പിന്റെ കാര്യത്തിൽ ഇവള് എല്ലാവർക്കും ഒരു അത്ഭുതമായിരുന്നു. ഇവള് പഠിക്കുന്ന പൊതുവെ ആരും കാണാറില്ല. പക്ഷെ റിസൾട്ട് വരുന്ന സമയത്ത് ഫസ്റ്റ് പൊസിഷനിൽ ഇവളുണ്ടാവും. ശരിയാ പത്മ. ഞാൻ പഴയ രീതികളൊക്കെ വെച്ചിട്ട് തന്നെയാ എഴുന്നേക്കുന്നില്ലേ, പഠിക്കുന്നില്ലേ എന്നൊക്കെ ചോദിച്ചുകൊണ്ടേയിരിക്കും. ഇവള് വല്ലാതെ തർക്കിക്കുകയും ചെയ്യും. പക്ഷെ റിസൾട്ട് വന്നപ്പോ യൂണിവേഴ്സിറ്റിയുടെ ടോപ്പർ. അത് ചിലരുടെ ശീലമാണ്. ഞാനും ഏകദേശം ഇങ്ങനെയാണ്. എന്നിട്ട് വിജയ് യൂണിവേഴ്സിറ്റി ടോപ്പർ ആയോ? എക്സാം കഴിഞ്ഞപ്പോ എന്താ സംഭവിച്ചേ? അതിപ്പോ ഇവിടെ പറയേണ്ട കാര്യമുണ്ടോ? എന്തിനാ ഇവിടെ പറയാൻ പോയത്? ഞാനൊന്ന് കോളടിച്ച് കയറി വരികയായിരുന്നു. വേദമോൾ എങ്ങനെയാ പഠിപ്പിന്റെ കാര്യത്തില്? എനിക്കങ്ങനെ വലിയ പഠിപ്പിസ്റ്റ് ആവാനൊന്നും പറ്റില്ല.
ഞാൻ ഏത് എക്സാം എഴുതിയാലും ജയിക്കും. അവള് പറഞ്ഞത് കാര്യ. അവൾക്ക് ചെറിയ പ്രായം മുതലേ ഈ പറഞ്ഞു കേൾക്കുന്ന ബിസിനസ് ഇല്ലേ, അതിലാ താല്പര്യം. ഓ, കമ്പനി കാര്യങ്ങള് ഞങ്ങള് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുമ്പോ അവള് കൂടെ വന്നിരിക്കും. കമ്പനിയിലെ പ്രധാനപ്പെട്ട ഏതെങ്കിലും കാര്യങ്ങൾ ഉണ്ടാവുമ്പോ ഇവള് ക്ലാസ്സിൽ പോലും പോവാറില്ല, അല്ലേടി? മിണ്ടാതിരുന്നു. കല്യാണാലോചന വരുമ്പോ പെൺകുട്ടികളുടെ അമ്മമാരൊക്കെ അങ്ങനെയാ. എന്നാലും തള്ളുന്നതിനൊക്കെ ഒരു പരിധി വേണ്ടേ? ഫുഡ് റെഡിയാവാൻ എത്ര സമയം എടുക്കും രാജു? എല്ലാം റെഡിയായി മാഡം. ഒന്ന് താളിച്ചെടുത്താൽ മതി. ഒരു 10-15 മിനിറ്റ്. കൊടുക്ക്. ആ ആ ആ അതെ അതെ. ആ മിസ്റ്റർ ലക്ഷ്മികാന്ത്, ആ നിങ്ങൾ ഡയറക്റ്റ് ഓഫീസിലേക്ക് വാ. ആ വി ക്യാൻ മീറ്റ് ദയർ. ഓക്കെ. ആ ആ ആ ആ എന്നിട്ട് ആ എന്തു പറ്റും മോളെ? നോ ആന്റി, ഞാനൊരു ഫുഡ് എടുത്ത് കഴിക്കുമ്പോ എന്റെ സ്റ്റാൻഡേർഡ് ഇല്ലാത്തവര് അതിൽ തൊടുന്ന എനിക്കിഷ്ടമല്ല. സെൽഫ് റെസ്പെക്ട് എന്നൊരു കാര്യമുണ്ടല്ലോ, അതില്ലാത്തവർക്കത് മനസ്സിലാക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാ. ഇവിടെ ഇപ്പോ സൂര്യയല്ലേ മോളെ ആപ്പിൾ എടുത്തത്? സോ വാട്ട്? സൂര്യയുടെ സ്റ്റാൻഡേർഡ് ഈ കൂട്ടത്തിലിരിക്കുന്ന ആരുടെങ്കിലും സ്റ്റാൻഡേർഡിന് തുല്യമാണോ? അങ്കിൾ, നൗ സൂര്യ ഒരു വേലക്കാരിയുടെ ഭർത്താവാ. ഒരു വേലക്കാരിയുടെ കൂടെ ജീവിക്കുന്നവന് ആ സ്റ്റാൻഡേർഡ് അല്ലേ ഉണ്ടാവൂ. അത്തരം സ്റ്റാൻഡേർഡ് ഉള്ള ഒരാളോട് കോംപ്രമൈസ് ചെയ്യാൻ എനിക്ക് പറ്റില്ല എന്നാ ഞാൻ പറഞ്ഞത്. നീ ആരാടി എന്റെ സ്റ്റാൻഡേർഡ് വിലയിരുത്താൻ? നിനക്ക് എന്താ അറിയാൻ അവകാശം? ഇവിടെ ആരാ നിനക്ക് അതിന് അനുമതി തന്നേ? എനിക്ക് ആരുടെ ഒരു അനുമതിയുടെ ആവശ്യമില്ല. ഞാൻ പറഞ്ഞത് കാര്യമല്ലേ? പണ്ടത്തെ കാലത്ത് ആരെങ്കിലും വേലക്കാരിയെ കല്യാണം കഴിച്ചാ അവരെ സൊസൈറ്റിയിൽ നിന്ന് പുറത്താക്കും. ഇവിടെ സൂര്യ എല്ലാവരെയും പേടിപ്പിച്ച് നിർത്തുന്നത് കൊണ്ട് ഇവിടെ നിന്ന് പുറത്താക്കിയില്ല. അത്രയല്ലേ വ്യത്യാസമുള്ളൂ.